ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്ക വേവിച്ചത് ചമ്മന്തിയാണ്. അതായത് അരിയും ചക്കയും തേങ്ങ ചമ്മന്തിയാണ് നമ്മുടെ സ്പെഷ്യൽ. അപ്പം നമ്മളിന്ന് എങ്ങനെ ചക്ക വേവിക്കുന്നത് വെച്ചാൽ നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ചക്ക വേവിക്കുന്നത്. സാധാരണ നമ്മൾ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വേവിക്കുന്ന പോലെയല്ല. ഇന്ന് സാധാരണ നമ്മൾ തേങ്ങയും കുറച്ച് കറിലേസും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് വേവിക്കുന്നത്. പിന്നെ അതിന് കറിയായിട്ട് വെക്കുന്നത് ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാവേ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ചക്ക എന്ന് പറഞ്ഞാൽ നല്ല പെട്ടെന്ന് വേഗം ചക്കയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ചക്ക നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചക്ക. വളരെ ചെറുതായിട്ടാണ് എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ചക്ക അടുപ്പിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ചക്ക പെട്ടെന്ന് വേകുന്നതുകൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ തേങ്ങയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിരുമ്മി എടുക്കണം. പിന്നെ നമുക്ക് ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചക്ക കണ്ട പെട്ടെന്ന് തന്നെ ആവി കയറി, അടുപ്പിൽ വെച്ചുകൊണ്ട് പെട്ടെന്നാണ് ആവി കയറി വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങയും വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി എടുക്കുക. ഇത് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ചക്കയ്ക്കുള്ള അരപ്പ്. ഇന്നത്തെ ഇങ്ങനെയാണ് നമ്മൾ തേങ്ങയും വെള്ളവും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന അരപ്പാണ്. കൈകൊണ്ട് തിരിഞ്ഞാൽ മതി, മിക്സിയിൽ അടിക്കാനുള്ള ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തിരിഞ്ഞ് എടുത്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ചക്ക വേവിച്ചത്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ആവി കയറി വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് ചക്ക വേകാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ആവി കയറി വരട്ടെ. അടുത്തതായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങയും ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം നമുക്ക് മിക്സിയിൽ. തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂക്കണം. അതുകൊണ്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേന് ഈ അരപ്പിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഇടണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അല്പം ഇഞ്ചി ചേർത്താണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. തേങ്ങയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും കൂടി ചേർത്ത് അരച്ചെടുത്താലും മതി. അപ്പം നന്നായിട്ട് തേങ്ങ മൂത്ത് വരട്ടെ. തേങ്ങ നന്നായിട്ട് അരപ്പ്, നമ്മുടെ ചമ്മന്തിക്കുള്ള അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഈ അരപ്പെല്ലാം കൂടെ മിക്സ് ആകണം. പിന്നെ ആവശ്യത്തിന് നമ്മുടെ ചമ്മന്തി ഇച്ചിരി നീണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ചക്ക മുക്കി കഴിക്കാനായിട്ട് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി കൂട്ടിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. ഇത് തിളയ്ക്കാൻ പാടില്ല. ഈ ചമ്മന്തി തിളച്ചാൽ അത് കൊള്ളത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് താളിച്ചെടുക്കാം. ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കറി ലീവ്സും കൂടി ഇട്ട് ഒന്ന് താളിച്ചാൽ നമ്മുടെ ചമ്മന്തി അവിടെ റെഡിയാകും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചക്ക ഇവിടെ ആവി കയറി വെന്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് വേവിക്കാൻ പറ്റുന്നതാണ് ചക്ക ഇതുപോലെ ചക്ക വേവിച്ചത്. അരിയൻ ചക്ക എന്ന് പറയുന്നത് പെട്ടെന്ന് വേകുന്ന ചക്കയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.